അതും കേട്ട് നമ്മൾ ഡെസ്പടിച്ചിരിക്കേണ്ട കാര്യമില്ല. അതേപോലെ ഡെസ്പായിട്ടില്ല ലോകേഷ് സാർ. ഇത്രയും ട്രോൾസ് ഒന്നും വന്നിട്ട് നിരവധി ട്രോളുകളാണ് ഈ സിനിമ. DC വരുന്നവരെയും ട്രോളിക്കൊണ്ടിരിക്കുകയായിരുന്നു. DC എങ്ങാനും പണി പാളിയിരുന്നെങ്കിൽ അതിനും ട്രോളും റെഡിയായി നിൽക്കുമായിരുന്നു. പക്ഷെ അതെല്ലാം മറികടന്നുകൊണ്ട് സാർ വിജയത്തിലേക്ക് പോയി. ചോര തുടച്ചു കൊടുക്കുന്ന സീൻ, ആ സീൻ ആക്ച്വലി ലോകേഷ് സാർ ഡെവലപ്പ് ചെയ്തൊരു സാധനം. അണി ഒരു പക്ക ക്രിയേറ്റീവ് ആയിട്ടുള്ള പേഴ്സണാണ്. അപ്പോൾ പുള്ളിക്ക് പുള്ളിയുടെ ട്രാക്ക് മാറ്റി പിടിക്കാനുള്ളൊരു ആർക്കാണെങ്കിലും ഒരു സ്റ്റൈൽ ഓഫ് സാധനം നമ്മൾ കുറച്ചു കാലം ചെയ്യും സ്റ്റേബിൾ ആയിട്ട്. അതിൽ നിന്ന് മാറ്റി പിടിക്കണമെന്നും എക്സ്പെരിമെന്റ് ചെയ്യണമെന്നും അതിന് അനുസരിച്ച് ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴാണ്. അപ്പൊ അരുൺ മാധേശ്വരൻ സാറിന്റെ ഒരു ക്രാഫ്റ്റും കൊണ്ട് പുള്ളി പോകുന്നു. ഓൾറെഡി എനിക്ക് റെഫറൻസ് മ്യൂസിക് ഉണ്ട്, എനിക്ക് ആ ഒരു രീതിയിൽ എനിക്ക് മ്യൂസിക് നിങ്ങൾ ചെയ്തു തന്നാൽ മതി എന്ന് പറയുകയും അതിനെ ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറയുകയും ലോകേഷ് സാറും അണിയുമായിട്ടുള്ള കോമ്പിനേഷനും അത് അരുൺ മാധേശ്വരൻ സാറിന് വേണ്ടിയിട്ട് ഇവർ 3 പേരുമായിട്ട് വർക്ക് ചെയ്ത് വന്നതാണ് നമ്മൾ DCയിൽ കണ്ടത്. ലോകേഷ് സാറ് ആ ഷോട്ട് എടുത്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഷർട്ട് അഴിക്കുന്ന സമയത്ത് ഇവിടെ മുഴുവൻ ചോരയാണ്. ആ ഷുഗർ ബോട്ടിലാണെങ്കിലും കുഞ്ഞു കുഞ്ഞു ഇത് കുത്തിയിട്ടേ ഫുള്ള് ബ്ലീഡ് ആവുക. പ്രണവുള്ളപ്പ വരെ പടത്തിൽ എത്ര ലിറ്റർ ബ്ലഡ് ഉപയോഗിച്ചിട്ടുണ്ട്? അത് കഴിഞ്ഞിട്ട് ഒരുപാടുണ്ട് ലിറ്റേഴ്സ്. കാരണം ഈ ഷുഗർ ഗ്ലാസ് തന്നെ 10-250 മുകളിൽ പോയിട്ടുണ്ട്. ബ്ലഡ് എത്രയാണ് ഇതിൽ ഉപയോഗിച്ചതെന്നുള്ളത് ഒരു കയ്യും കണക്കുമില്ല. അതേപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഗൺസ്, ബുള്ളറ്റ്സ് എല്ലാം ലോകേഷ് സാറ് കൊണ്ടുവന്നതാണ്. ലോകേഷ് സാറിന് വിക്രം ടൈമിൽ കമൽ സാർ കൊടുത്ത ഗൺസും ആ സാധനങ്ങളെല്ലാം തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. അതേപോലെ ലോകേഷ് സാർ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന ഒരു പിസ്റ്റൽ ഉണ്ട്, റിവോൾവർ പിസ്റ്റൽ. അത് ആക്ച്വലി ലിയോയില് വിജയ് സാർ യൂസ് ചെയ്ത ആ സാധനമാണ് ലോകേഷ് സാർ ഇവിടെ കൊണ്ടുവന്ന് നമ്മളെല്ലാം തൊട്ട് നോക്കി. പുള്ളി വിജയ് സാറിന് ഒരു ഇതുണ്ട്, വിജയ് സാറിന് അത് സ്റ്റൈലിഷ് ആയിരിക്കണം. ആ ഗണ്ണിന്റെ അടിയിൽ ആ ഒരു ചെറിയൊരു കുണുക്കുണ്ടാവും, നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റിയ ആ സാധനം അടക്കം വേണമെന്ന് പറഞ്ഞ് പുള്ളി ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ച് മേടിച്ച കണ്ണാത്. അത് തന്നെ ഇതിൽ യൂസ് ചെയ്യണം എന്നുള്ളത് ലോകേഷ് സാറിന്റെ ഒരു ആഗ്രഹമായിരുന്നു. DC തമിഴ്നാട്ടിലും കേരളത്തിലും വലിയ വിജയാലയൊലികൾ സൃഷ്ടിക്കുമ്പോൾ ആ സന്തോഷത്തിന്റെ കൂടെ ഒരു മലയാളി തിളക്കം കൂടിയുണ്ട്. പ്രണവാണ് ചേരുന്നത്. നരിവേട്ട എന്ന സിനിമയുടെ വലിയൊരു ബ്രേക്ക് ത്രൂവിന് ശേഷം അദ്ദേഹത്തിന് വീണ്ടും ഒരു പൊൻതൂവൽ കൂടിയായിരിക്കുകയാണ്. സെബാസ്റ്റ്യൻ എന്ന കഥാപാത്രം പ്രണവാണ് ചേരുന്നത്. നമസ്കാരം പ്രണവ്. നമസ്കാരം. വലിയ സന്തോഷമുണ്ട്. നമ്മൾ നരിവേട്ട ചെയ്യുന്ന സമയത്ത് പ്രണവ് പറഞ്ഞൊരു കാര്യമുണ്ട്, അധികം സിനിമകളൊന്നും ചെയ്യണ്ട, 1-2 സെലക്റ്റീവായിട്ട് ചെയ്താൽ മതി. പക്ഷെ അത് ചെയ്തു വെച്ചത് ഒരു ഫിലിമോഗ്രഫിയിൽ ഒരു ആഡ് ഓൺ ആയിട്ട് അടുത്ത പടത്തിന് റെസ്യൂമായിട്ട് വർക്ക് ആവണേ എന്നുള്ളത്. അത് കറക്റ്റ് ആയിട്ട് DCയിലൂടെ അച്ചീവ് ചെയ്തു എന്നുള്ളതാണ്. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എന്തൊക്കെയാണ് ആദ്യം വരുന്ന റെസ്പോൺസുകൾ ആളുകളുടെ ഭാഗത്തുനിന്ന്? ആളുകളുടെ ഭാഗത്തുനിന്ന് ഇതുപോലെ ഉള്ളൊരു വലിയ പ്രൊജക്റ്റിന്റെ ഭാഗത്തിൽ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു മലയാളി ചെറുക്കനും ഉണ്ടല്ലോ എന്നുള്ളൊരിതാണ് ഫസ്റ്റ് സർപ്രൈസിങ്. പിന്നെ ഞാനൊരു മലയാളിയാന്നുള്ളത് വീണ്ടും ഐഡന്റിഫൈ ചെയ്ത് വീണ്ടും എന്നെ കോൾ ചെയ്ത് നിങ്ങൾ നരിവേട്ടല്ലേ ചെയ്തതല്ലേ എന്ന് പറഞ്ഞ് വീണ്ടും ആ ഒരു റീകോൾ തന്ന് വീണ്ടും ഞാൻ അവരോട് പറയുക ഞാനൊരു മലയാളിയാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു സ്റ്റേജിലാണ് ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ പടത്തിന്റെ ഇനീഷ്യൽ സ്റ്റേജിങ്ങിൽ ഇതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് നമുക്ക് വലിയ ഹോപ്പില്ലേലും ഇങ്ങനൊരു പ്രൊജക്ടിന്റെ ഭാഗമാകുക എന്നുള്ളത് ഒരുപാട് സന്തോഷമുള്ള കാര്യമായിരുന്നു. പക്ഷെ റിലീസിന് ശേഷം നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ലെവലിൽ ആ സിനിമ ഉയരങ്ങളിലേക്ക് എത്തുകയും വീണ്ടും നമ്മളെ ഐഡന്റിഫൈ ചെയ്ത് ഇന്ന് ഞാനൊന്ന് റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വന്ന് ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. നരിവേട്ടയെ സെക്കൻഡറി ആക്കി DCയെ മുൻനിർത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അതിലൊരുപാട് സന്തോഷം. ഇവിടെ ഇപ്പൊ കാറ് പാർക്ക് ചെയ്യുമ്പോൾ പോലും കുറച്ച് പിള്ളേർ ഓടി വന്ന് ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിക്കാന്നൊക്കെ പറയുന്ന ഈ പടം ഒരു സിനിമ എന്നുള്ള സമയത്ത് വിജയിച്ചു എന്നുള്ളതിന്റെ അപ്പുറത്ത് ലോകേഷിന്റെ കൂടി ഒരു വലിയ വിജയമായിട്ട് ആളുകൾ പരിഗണിക്കുന്നുണ്ട്. ലോകേഷിന്റെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഇപ്പൊ എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. കാരണം അദ്ദേഹമായിട്ട് വലിയ സൗഹൃദം ഉണ്ട്. അപ്പൊ ഇപ്പൊ അദ്ദേഹം എങ്ങനെയാണ് ഇതിനെ റിസീവ് ചെയ്യുന്നത്? ആക്ടർ എന്നുള്ള രീതിയിലും കൂടി പ്രൂവ് ചെയ്തിരിക്കുന്നു. ഒരുപാട് ട്രോളുകളും ഒരുപാട് കളിയാക്കലുകളും ട്രോൾ മെറ്റീരിയലും മീം മെറ്റീരിയലും ഒക്കെ ആയ അവസ്ഥയെന്നാണ് ഈ ഒരു വൻ തിരിച്ചു വരുന്നത്. ശരിക്കും ഈ ഫീനിക്സ് പക്ഷി ഉയർന്നു വന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരവസ്ഥയാണ്. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എങ്ങനെയാണ്? പുള്ളിയും സർപ്രൈസ്ഡ് ആണ് ആക്ച്വലി. അതായത് ഒരു ഡയറക്ടറുടെ ഒരു സർക്കിളിൽ നിന്നുകൊണ്ട് പുള്ളി പല വിജയങ്ങളും കണ്ടിട്ടുണ്ട്, അത് ആഘോഷിച്ചിട്ടുണ്ട്, അടുത്ത സ്റ്റേജിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഡെബ്യൂ ആയിട്ട് പുള്ളി ഒരു മൂവി ചെയ്തത് ഭയങ്കര ഡൗട്ടിലാണ് പുള്ളി ചെയ്തത്. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പോലും നമ്മളോട് പറയാറുണ്ട് ആൾക്കാർ ചിരിക്കുവോ, കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ കുത്തി ഞൊറുക്കി വെച്ചേക്കുവാ. ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും എനിക്ക് അവസ്ഥ എന്നറിയില്ല. ഞാൻ അരുണിനെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ അതിലേക്ക് ഇറങ്ങുന്നത്. അതേപോലെ അവരുടെ ഒരു സ്റ്റാർട്ടിങ് പ്രോസസ് ഓഫ് DC എന്ന് പറയുന്നത് ആ ഒരു വാമിക ഗാവിയുടെ സീക്വൻസ് നടക്കുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, അതിൽ ലോകേഷ് സാർ വരുന്ന ഒരു എൻട്രി ഷൂട്ട് ചെയ്തിട്ടാണ് അവരിത് കൺഫേം തന്നെ ചെയ്തത്. ഈ സീൻ വർക്ക്ഔട്ട് ആകുക, അതെ അത് തന്നെയാണ് ആദ്യത്തെ ഷൂട്ട്. അപ്പൊ അത് വർക്ക്ഔട്ട് ആകുന്നുണ്ട് എന്ന് അരുൺ മാധേശ്വരന് ഒരു ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഈ DC മുന്നോട്ട് പോയാൽ മതി എന്നായിരുന്നു ലോകേഷ് സാറിന്റെ ആദ്യത്തെ ഒരു തീരുമാനം.
പിന്നെ അത് നല്ല രീതിക്ക് വർക്ക്ഔട്ട് ആയി എന്നുള്ളത് പുള്ളിക്ക് ഒരു കോൺഫിഡൻസ് വന്നു. പിന്നെ ഓരോരോ കാസ്റ്റ് ആയിട്ട് അകത്തേക്ക് വരുന്നു, അവർ തമ്മിലുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക്, ആ ഒരു ഫൂട്ടേജ് പുള്ളി കാണുന്നു, പുള്ളി അത് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. എല്ലാവരുടെ അടുത്തും പുള്ളി ആ ഒരു ടെൻഷനുള്ള കാരണം മേടിക്കുക, എന്താണ് ഇത്, ഓക്കെ വർക്ക് ആണോ, ഫീഡ്ബാക്ക് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു പോയിന്റിൽ എല്ലാത്തിനെയും മറികടന്നുകൊണ്ട് ഫസ്റ്റ് ആദ്യമായിട്ട് ഡെബ്യൂ ചെയ്ത പടം 50 കോടി ക്ലബിലെത്തി നിൽക്കുവാണ് ഇപ്പോൾ ഒരു 4 ദിവസം 5 ദിവസം കൊണ്ട്. സോ പുള്ളി സാധാരണ ഇന്റർവ്യൂസ് ഒന്നും ഞാൻ കൊടുക്കില്ല പടം കഴിഞ്ഞിട്ടെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ പുള്ളിയെ ആ ഒരു പോയിന്റിൽ നിന്നും മാറ്റി എല്ലാ തിയേറ്റർ വിസിറ്റിനും ആൾക്കാർ ക്ഷണിക്കുന്നു, തെലുങ്കാനയിലേക്ക് പോകുന്നു, ഹൈദരാബാദിലേക്ക് പോകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഓട്ടത്തിലാണ് പുള്ളി. വെരി ഹാപ്പി എന്നാണ് ഞാനും കേട്ടത്. ഇപ്പൊ ലോകേഷ് വല്ലാതെ ഡൗൺ ആയിപ്പോയ സമയം എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു അവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് ഈ കൂലി ഇറങ്ങുന്നു, LCയെ പറ്റി കാര്യമായിട്ട് കൺഫർമേഷൻസ് ഒന്നും വരുന്നില്ല, എല്ലാവരും അദ്ദേഹത്തെ ട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹം കൊടുക്കുന്ന ഇന്റർവ്യൂകളെയൊക്കെയും കളിയാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ എത്തിയ സന്ദർഭം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തില് ലോകിയായിട്ട് സംസാരിക്കാനോ എന്തെങ്കിലും ഇടപഴകാനോ സാധിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, ആക്ച്വലി ഞാൻ 2022 വിക്രം കഴിഞ്ഞ ശേഷം ലിയോ ആണ് അടുത്തത് വന്നത്. ലിയോ വന്നപ്പോൾ തന്നെ നമുക്കൊരു മിക്സഡ് റിവ്യൂസ് വന്നു തുടങ്ങി. അതിനുശേഷം വീണ്ടും സ്റ്റാൻഡ് അലോൺ ആയിട്ട് കൂലി ചെയ്തു. ഈ 2 പടങ്ങൾ ചെയ്യുന്ന ഗ്യാപ്പിൽ ഞാൻ ഇങ്ങോട്ട് വന്നു. ആ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കിട്ടിയില്ല. പക്ഷെ ഞാൻ ADs ആയിട്ട് അസോസിയേറ്റ്സ് ആയിട്ട് കോൺടാക്ട് ഉണ്ട്. പക്ഷെ അവരോട് പോയിട്ട് നമുക്കിത് ചോദിക്കാൻ പറ്റില്ല. അത് കാരണം ഞാനത് വിട്ടു. അതിനുശേഷം നമുക്ക് സങ്കടമുണ്ട് പേഴ്സണലി, എൻ്റെ ഒരു മെൻറ്റർ എന്ന ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളെ, ഒരു ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളെ ഈ ഒരു സ്റ്റേജിൽ കാണാൻ. ബട്ട് എൻ്റെ കോൺഫിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് അപാരമായൊരു തിരിച്ചുവരവ് എന്തായാലും ഉണ്ടാവും. കാരണം പുള്ളിയുടെ ഫിലിം മേക്കിംഗ് സ്റ്റൈൽ വേറെയാണ്. ചെറിയ ചെറിയ പണിപാളലുകൾ എവിടേക്കോ പറ്റുന്നത് എല്ലാ ക്രാഫ്റ്റ് മാനിനും പറ്റുന്നതാണ്. അതേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. അതേപോലെ ഈ DC ഷൂട്ടിൽ വെച്ച് കാണുന്ന സമയത്ത് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുമ്പോൾ പുള്ളി പറയുന്നത്, നിങ്ങളെല്ലാവരും എല്ലാ ട്രോളും കാണുന്നുണ്ട്, അതേപോലെ തന്നെയാണ് ഞാനും എല്ലാ ട്രോളുകളും കാണുന്നത്. പക്ഷെ എനിക്കതിൽ വിഷമമൊന്നുമില്ല. കാരണം നമ്മൾ ചെയ്യുന്നൊരു വർക്ക് എവിടെയെങ്കിലും പണി പാടുന്നുണ്ട് എന്നറിയുന്നത് നമ്മളെ കാണിച്ചു തരുന്നത് അവരാണ്. അപ്പൊ ആ ഒരു തെറ്റുകുറ്റങ്ങൾ നമ്മൾ ശരിയാക്കേണ്ടത് അവരുടെ വാക്കുകളിൽ നിന്നാണ്. അതും കേട്ട് നമ്മൾ ഡെസ്പടിച്ചിരിക്കേണ്ട കാര്യമില്ല. അതേപോലെ ഡെസ്പായിട്ടില്ല ലോകേഷ് സാർ ഇത്രയും ട്രോൾസ് ഒന്നും വന്നിട്ടും. അടുത്ത പടം നമുക്ക് ഗംഭീരമാക്കാം എന്നുള്ളൊരു കോൺഫിഡൻറ്റ് തന്നെയാണ് പുള്ളി എനിക്കും തന്നത് ഈ ഒരു ഷൂട്ടിംഗ് സ്പോട്ടിൽ. സോ അത് കേൾക്കുമ്പോൾ ഇനിയും ഒരുപാട് നമുക്ക് ഹാപ്പി ആയിരുന്നു. ഇത്രയും ട്രോള്, നമ്മൾ സാധാരണക്കാരാണെങ്കിൽ നമ്മളെയൊക്കെ ആരെങ്കിലും ഒരു 2 പേര് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ആകെ തകർന്നു പോകും. പക്ഷെ അത്രയും വലിയൊരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ, പീക്കിൽ നിൽക്കുന്ന ഒരാളെ ഇത്രയും ട്രോള്, നിരവധി ട്രോളുകളാണ് ഈ സിനിമ. DC വരുന്നവരെയും ട്രോളിക്കൊണ്ടിരിക്കുകയായിരുന്നു. DC എങ്ങാനും പണി പാളിയിരുന്നെങ്കിൽ അതിനും ട്രോളും റെഡിയായി നിൽക്കുമായിരുന്നു. പക്ഷെ അതെല്ലാം മറികടന്നുകൊണ്ട് സാർ വിജയത്തിലേക്ക് പോയി. വീണ്ടും ഒരു ബാക്ക് ടു ബാക്ക് സാധനം കൊടുക്കാനുള്ള തയ്യാറെടുപ്പിൽ വീണ്ടും നിൽക്കുവാണ്. ആക്ച്വലി ഈ സെബാസ്റ്റിനും ദാസും തമ്മിലുള്ള ഒരു ബന്ധത്തെ എങ്ങനെയാണ് അരുൺ മാധേഷിനും പറഞ്ഞു തന്നിരുന്നതെന്ന് കൂടി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കാരണം അവിടെയുള്ള കൂട്ടത്തിലുള്ള ആര് പറഞ്ഞാലും, അല്ലെങ്കിൽ ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ തലവൻ പറഞ്ഞാൽ പോലും കേൾക്കാത്ത ദേവദാസ് 2 ഇടങ്ങളിൽ സെബാസ്റ്റിന്റെ വാക്ക് കേൾക്കുന്നുണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ക്രൂഷ്യൽ സന്ദർഭത്തിലാണ്. ഒന്ന്, ഈ പറഞ്ഞ പോലെ ബാറിൽ ഒരു അടി ഉണ്ടാക്കുന്ന സമയത്ത് സെബാസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ മാത്രം ആളത് മനസ്സിലാക്കും. ഈ കവിളത്ത് ഇങ്ങനെ തടവുന്നൊരു വിധമുണ്ട്. അത് അതിലും അറിയാം ഇവർ തമ്മിലുള്ളൊരു വാത്സല്യത്തിന്റെ ബോണ്ട് എത്ര മാത്രം ഉണ്ടെന്ന്. രണ്ടാമത്, ഈ അവസാനമായി ഒരു യാത്ര പറയാൻ പോവാണ് പാർവതിയോട് എന്ന് പറയുന്ന സമയത്ത് നെഞ്ചിലെ ചോര തുടച്ചു കൊടുക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതും വളരെ ടച്ചിങ് ആയിരുന്നു. ഇതിന്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്ട് നമുക്ക് സെക്കൻഡ് ഹാഫിലൊക്കെയാണ് മനസ്സിലാവുന്നത്. ഈ 2 സീക്വൻസുകളിലൂടെ നമുക്ക് സെബാസ്റ്റ്യനും ദേവദാസും തമ്മിലുള്ള ഒരു ബന്ധത്തെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞു തന്നിരുന്നത്? ഈ 2 സീക്വൻസുകളെ കൂടി പറ്റി ഒന്ന് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, സെബാസ്റ്റ്യൻ, ദാസ്, കിട്ടി, കറുപ്പ് എന്നീ 4 കഥാപാത്രങ്ങള് ഇവരുടെ ഒരു പശ്ചാത്തലവും ഇവരുടെ ബാക്ക് ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ച്വലി കഥയോട് സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ഇതിന് ബാക്ക് ഡ്രോപ്പിൽ ജയിലിൽ വെച്ചിട്ട് കൂടിച്ചേരുന്ന ഒരാൾക്കാരാണ്. ഇപ്പോൾ ഉദാഹരണം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരു 2 സുഹൃത്തുക്കളുണ്ട്. ആ 2 സുഹൃത്തുക്കളിൽ നമ്മൾ ഒരു മീഡിയം സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉള്ള ഒരാളാണ്. അതായത് ദേഷ്യം വന്നു കഴിഞ്ഞാൽ തല്ലും എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാളാണെങ്കിൽ, ഒരു കൂട്ടുകാരൻ പറയുന്നു, എടാ അതൊന്നും വേണ്ട, എന്തിനാ, നമുക്ക് മര്യാദയ്ക്ക് ഇരുന്നാൽ പോരെ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനുണ്ട്. അവനെ കൊല്ലാതെ വിടില്ല എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനുണ്ട്. അപ്പൊ നമുക്കത് ഏതാണ് കൂടുതൽ എടുക്കാൻ താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇമോഷണലി കണക്ട് ആകുന്ന ആ ഒരു പോയിന്റിലേക്ക് തിരിയാനായിരിക്കും. പിന്നെ ദേവദാസിന്റെ ഒരു ബാക്ക് ഡ്രോപ്പ് വെച്ച് കഴിഞ്ഞാൽ, അച്ഛനും ഉപേക്ഷിച്ചിരിക്കുക, അമ്മ ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ടു, ഒരു സ്നേഹിച്ചൊരു ജീവിതം ഈ ഒരു ട്രാക്കിൽ നിന്ന് മാറി നിന്ന് ജീവിക്കണമെന്ന് വിചാരിച്ച് പുള്ളിയുടെ മനസ്സിൽ തോന്നിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതുപോലെ ഒരു കൂട്ടുകാരൻ സപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഇമോഷൻ അങ്ങോട്ടാണ് വർക്കാവുക. ബാക്കിയുള്ളത് നമുക്ക് മൊത്തത്തിൽ സപ്പോർട്ട് ചെയ്ത് പോകണം എന്നേ തോന്നുള്ളൂ, അല്ലാതെ ഇമോഷണലി ക്യാച്ച് ചെയ്യുന്നത് ആ ഒരു സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന കഥാപാത്രമാണ്. സോ നമുക്ക് അരുൺ മാധേശ്വരൻ സാർ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡീറ്റെയിലിംഗ് ഒന്നും പറഞ്ഞില്ല.
ഇതൊക്കെയാണ് ഇവരുടെ ബാക്ക്ഡ്രോപ്പ്. നീ ദാസിനെ ഭദ്രമായി നോക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. ദാസും നിന്നെ ഒരു ബ്രദറായിട്ട് കാണുന്ന, അതായത് ഫ്രണ്ട്ഷിപ്പിനപ്പുറം ഒരു ചേട്ടനെയും റിലേഷൻഷിപ്പിലായിരിക്കും ഇത് നമുക്ക് ഓഡിയൻസിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ളൊരു സാധനം മാത്രം ഔട്ട്ലൈൻ ആയിട്ട് പറഞ്ഞുള്ളൂ. പിന്നെ ഇത്രത്തോളം ഇത് വർക്ക് ആകാൻ കാരണം എന്ന് പറയുന്നത് ലോകേഷ് സാർ തന്നെയാണ്. കാരണം ഞാൻ ലോകേഷ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത ആ ഒരു 2020 തൊട്ടുള്ള റിലേഷൻഷിപ്പും ആ ഒരു ബോണ്ടും തന്നെയാണ് ദാസും സെബാസ്റ്റ്യനും വർക്ക് ആകാൻ കാരണം. കാരണം വേറെ ഒന്നും ഞാനതിന് ഹോംവർക്ക് ചെയ്തിട്ടില്ല. എൻ്റെ പേഴ്സണലി എൻ്റെ ഒരു ബ്രദറിൻ്റെ ഒരു സ്ഥാനത്താണ് ഞാൻ ലോകേഷ് സാറിനെ കാണുന്നത്. സോ കോസ്റ്റ്യൂം ഇട്ട് വന്ന് ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് അത് കുറച്ചും കൂടെ കൺവിൻസിങ് ആയിരുന്നു, കുറച്ചും കൂടി ഈസി ആയിരുന്നു. അതേപോലെ ചേട്ടൻ പറഞ്ഞ ആ ചോര തുടച്ചു കൊടുക്കുന്ന സീന്, ആ സീൻ ആക്ച്വലി ലോകേഷ് സാർ ഡെവലപ്പ് ചെയ്തൊരു സാധനമാണ്. ലോകേഷ് സാർ തന്നെ ഡെവലപ്പ് ചെയ്ത സാധനമാണ്. അതിൽ ആക്ച്വലി ഞാൻ ഇനി അവളെ കാണുമോ ഇല്ലയോ എന്ന് അറിയില്ല, ഞാനൊന്ന് കണ്ടിട്ട് വരാം, നിങ്ങൾ പൊയ്ക്കോ എന്ന് പറയുന്ന സമയത്ത് വേഗം വന്നേക്ക് എന്ന് മാത്രം പറയുന്ന ഒരു പോയിന്റേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞങ്ങള് ടേക്കിന് വേണ്ടിയിട്ട് ഞങ്ങൾ മുകളിലേക്ക് കയറി പോകുന്ന സമയത്ത് ലോകേഷ് സാർ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഇത് നിനക്കുള്ളൊരു മൊമെന്റാണ്. ഈ ദാസിന് സെബാസ്റ്റ്യൻ എത്രത്തോളം കണക്ട് ആവും എന്നുള്ളത് ഈ ഒരു പോയിന്റിലാണ് അറിയുക. സോ നീ ഒന്ന് ക്ലോസ് ആയിട്ട് വന്നിട്ട്, എടാ പോകുന്നു ഈ ചോരയൊക്കെ ഒന്ന് തുടച്ചിട്ട് പോടാം. നമ്മൾ അത്ര ആത്മാർത്ഥമായിട്ട് പറയില്ല, നീ അവളെ കാണാൻ പോകുന്നു, ആ ചോരയെങ്കിലും ഒന്ന് തുടച്ചിട്ട് പോ, ആ ഒരു സാധനം നീ അവിടെ എടുക്ക്, എന്നിട്ട് ഒന്ന് തുടച്ച് ആ ഒരു മൂഡിലേക്ക് വാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അപ്പോഴാണ് സാധനം ക്ലിക്ക് ആവണത്. നമ്മൾ വിചാരിച്ച് വർക്ക് ചെയ്യണത് ഒന്ന്, ഡയറക്ടറുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് അവർ ചിന്തിക്കണത് ഒന്നായിരിക്കും. അവർക്ക് സിനിമ ടോട്ടലി കാണാൻ പറ്റും, നമുക്ക് ആ ഒരു പോർഷൻ ആയിട്ട് നമുക്ക് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുള്ളൂ. അതൊക്കെ പറഞ്ഞു തന്ന സമയത്ത് ഞാനത് എടുത്തു. ബട്ട് അത് എത്രത്തോളം മാജിക്കലായി എന്നുള്ളത് സ്ക്രീനിൽ കണ്ടപ്പോഴാണ് എനിക്കും അത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയത്. ബാക്കി ദാസും സെബാസ്റ്റ്യനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ലോകേഷ് കനകരാജ്, പ്രണവ് ടി ഓഫൻ എന്നുള്ള ഒരു ബ്രദർഹുഡ് റിലേഷൻഷിപ്പ് തന്നെയായിരുന്നു. ഈ അനിരുദ്ധ് തിയേറ്റർ മൊത്തം കത്തിക്കുന്നു, അയാളുടെ കരിയർ ബെസ്റ്റ് വർക്ക് ചെയ്തിരിക്കുന്നു, എ.ആർ. റഹ്മാൻ കുറച്ച് ക്ലാസിക്കൽ മ്യൂസിക് പിടിക്കും എന്ന് പറഞ്ഞതിനെ വളരെ സീരിയസ് ആക്കി എടുത്ത് എന്നൊക്കെ പറയുന്നു. അനിരുദ്ധായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ, അദ്ദേഹത്തെ കാണാൻ പറ്റിയിട്ടുണ്ടോ, എന്ത് പറയുന്നു അനിരുദ്ധ്? എല്ലാവരെയും പോലെ ഞാനും അനിയുടെ ഒരു വലിയ ഫാനാണ്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അണിയായിട്ട് മാസ്റ്റർ, വിക്രം, ഇപ്പൊ 3ാമത്തെ മൂവിയാണ് DC. കോയിൻസിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല, ഞങ്ങൾ സംസാരിക്കാൻ ഒരു പോയിന്റ് കിട്ടിയിട്ടില്ല. ബട്ട് എൻ്റെ മനസ്സിലെ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണിയുടെ ഡബ്ബിംഗ് തിയേറ്ററിൽ, അണിയുടെ സ്ക്രീനിൽ എൻ്റെ മുഖം വരുന്ന സമയത്ത് അണി അത് ഇവിടെ നിന്ന് ഇരുന്ന് കമ്പോസ് ചെയ്യുന്നുണ്ടല്ലോ, അത് നോക്കിയിട്ട് ആ സീക്വൻസിന് വേണ്ടിയിട്ട് ആ ഒരു പോയിന്റ് എനിക്ക് കിട്ടിയാൽ മതി, എനിക്ക് അത് തന്നെ ധാരാളം എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും പറയുന്ന പോലെ അണി ഒരു പക്ക ക്രിയേറ്റീവ് ആയിട്ടുള്ള പേഴ്സണാണ്. അപ്പോൾ പുള്ളിയുടെ ട്രാക്ക് മാറ്റി പിടിക്കാനുള്ളൊരു, ആർക്കാണെങ്കിലും ഒരു സ്റ്റൈൽ ഓഫ് സാധനം നമ്മൾ കുറച്ചു കാലം ചെയ്യും സ്റ്റേബിൾ ആയിട്ട്. അതിൽ നിന്നൊന്ന് മാറ്റി പിടിക്കണമെന്നും എക്സ്പെരിമെന്റ് ചെയ്യണമെന്നും അതിന് അനുസരിച്ച് ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴാണ്. അപ്പൊ അരുൺ മാധേശ്വരൻ സാറിന്റെ ഒരു ക്രാഫ്റ്റും കൊണ്ട് പുള്ളി പോകുന്നു. ഓൾറെഡി എനിക്ക് റെഫറൻസ് മ്യൂസിക് ഉണ്ട്, എനിക്ക് ആ ഒരു രീതിയിൽ എനിക്ക് മ്യൂസിക് നിങ്ങൾ ചെയ്തു തന്നാൽ മതി എന്ന് പറയുകയും അതിനെ ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറയുകയും ലോകേഷ് സാറും അണിയുമായിട്ടുള്ള കോമ്പിനേഷനും അത് അരുൺ മാധേശ്വരൻ സാറിന് വേണ്ടിയിട്ട് ഇവർ 3 പേരുമായിട്ട് വർക്ക് ചെയ്ത് വന്നതാണ് നമ്മൾ DC കണ്ടത്. ഞാൻ ആക്ച്വലി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുറെ റെഫറൻസ് മ്യൂസിക് സാർ ഇട്ട് തരും. ഓരോ ഷോട്ട് നമ്മൾ റോ ഫൂട്ടേജ് നമ്മളവിടെ റഷ് കാണുന്ന സമയത്തും റെഫറൻസ് മ്യൂസിക് വെച്ചിട്ടായിരിക്കും ആ സീന് നമുക്ക് കാണിച്ചു തരിക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാണോ മ്യൂസിക്, ഓൾറെഡി നിങ്ങൾ മ്യൂസിക് കമ്പോസ് ചെയ്തോ എന്ന് ചോദിച്ചു. അല്ല, ഇത് റെഫറൻസ് മ്യൂസിക് ആണ്, ഇത് നമ്മൾ അണിക്ക് കൊടുക്കുന്നു, അണി ഇത് എലവേറ്റ് ചെയ്ത് വേറൊരു സാധനം തരും, അത് നീ കാണും എന്നാണ് ലോകേഷ് സാറും പറഞ്ഞത്, അരുൺ സാറും പറഞ്ഞത്. അത് തന്നെയാണ് ഞാനും കണ്ടത്. റെഫറൻസിന് മേലെ പോയോ അനിരുദ്ധിന്റെ മ്യൂസിക്? റെഫറൻസ് തന്നെ ഞാൻ ആക്ച്വലി മേലെ എന്നാ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് അത്രയും പീക്കായിട്ടാണ് ആ റെഫറൻസ് മ്യൂസിക് തോന്നിയത്. ബട്ട് സിനിമയായിട്ട് കണ്ട സമയത്ത് നമുക്ക് ഒന്ന് കാല് കുത്താനോ ശ്വാസം വിടാനോ സ്ഥലമില്ലാത്ത രീതിയിൽ ഒന്ന് നമ്മളിങ്ങനെ താന്നു വരുന്ന സമയത്ത് അണി അവിടെ ഇരുന്ന് പണിയെടുത്തത് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റി എന്നുള്ളതാണ്. അതിൽ ഒരുപാട് സന്തോഷം തോന്നി എനിക്ക് ആക്ച്വലി. ഈ സഞ്ജനയുടെ ഒരു ക്യാരക്ടറൈസേഷൻ, അല്ലെങ്കിൽ അവർക്ക് ആ സിനിമയ്ക്ക് ശേഷം കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ, അതുപോലെ ഹാങ് ഓവർ പാട്ട് വെച്ച് ഒരുപാട് പെൺകുട്ടികൾ ഇന്ന് റീല് ചെയ്യുന്നു, സഞ്ജന ഒരു ഇമോഷണലായിട്ട് വർക്കാവും പടത്തിന് ശേഷം, അങ്ങനെ തോന്നിയിരുന്നോ ഷൂട്ടിങ്ങിന്റെ സമയത്തൊക്കെ? ഷൂട്ടിന്റെ സമയത്ത് എനിക്ക് തോന്നാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം ദാസിന്റെ അകത്തേക്ക് കയറി പോകുന്ന ഒരു പെണ്ണെന്ന് പറയുന്നത് സഞ്ജനയാണ്. പാർവതി എന്ന് പറഞ്ഞ കഥാപാത്രമാണ് പുള്ളിക്കാരത്തി ചെയ്തത്. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കും ദാസിനും പാർവതി, കിട്ടി, കറുപ്പ് ഇവരുള്ള ആ ഒരു ലൈഫിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ആ കോയിൻസിഡൻസ് ആയിട്ട് ദാസിനെ തപ്പി വരുന്നവരുടെ ഇടയിൽ ഫോളോ ആകുകയും 2 കഥാപാത്രങ്ങൾ, അതായത് 2 വേണ്ടപ്പെട്ട ജീവനുകൾ ദാസിന് മിസ്സായി പോവുകയും അതിന്റെ എലവേഷനാണ് നമ്മൾ സെക്കൻഡ് ഹാഫിൽ കണ്ടത്. അപ്പൊ ആ ഒരു പാർവതി എന്നുള്ള ക്യാരക്ടർ എന്തായാലും വർക്ക് ആവും എന്നുള്ളത് എനിക്ക് അത്രയും കോൺഫിഡന്റ് ആയിരുന്നു. പക്ഷെ വാമികയുടെ ക്യാരക്ടർ എങ്ങനെയാന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല. ഷൂട്ടിന്റെ പ്രോസസ്സ് എനിക്ക് എങ്ങനെയാന്നുള്ളത് അറിയില്ല, ഫൂട്ടേജസ് ഒന്നും കണ്ടിട്ടില്ല.
അത് എത്രത്തോളം എലവേറ്റ് ആയി എന്നുള്ളതും ഞാൻ സിനിമ കണ്ട ശേഷമാണ് എനിക്ക് മനസ്സിലായത്. ആൻഡ് സഞ്ജന ഓൾസോ ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. പിന്നെ മണിരത്നം സാറുടെ AD ആണ് അവര്. എല്ലാത്തിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അവർക്കും മെയിനായിട്ട് അഭിനയിക്കണം എന്നുള്ളൊരു മോഹമാണ്, അതിനപ്പുറം ആണ് ഡയറക്ഷൻ. സോ അഭിനയിക്കണം എന്ന മോഹത്തിൽ അവർ റബ്ബർ ബന്ദ് ചെയ്ത സമയത്തും ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള ക്യാരക്ടർ തന്നെയാണ് പുള്ളിക്കാരത്തി ചെയ്തതും. പിന്നെ പരിമള അൻകോ വർക്ക് ചെയ്തു. അതിനിടയിലാണ് DC ചെയ്തത്. ഭയങ്കര ഇൻറ്റൻസീവ് ആയിട്ട് ഓരോ സീക്വൻസും ഡയറക്ടറോട് ചോദിക്കുകയും ലോകേഷ് സാറിൻ്റെ അടുത്ത് പെർഫോം ചെയ്യാൻ പോകുന്ന സമയത്ത് സാർ ഞാനത് ചെയ്തോട്ടെ, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണോ എന്ന് ചോദിക്കുകയും അങ്ങനെ ചോദിച്ച് ഗിവ് ആൻഡ് ടേക്ക് എടുത്ത് ചെയ്തതൊക്കെ കണ്ടു നിൽക്കാൻ ഭയങ്കര രസമായിരുന്നു ആ ഒരു പ്രോസസ്സൊക്കെ. ഈ ഗൺ ഷോട്ട്സ്, ഫൈറ്റ്സ് ഒക്കെ ഭയങ്കര റിയൽ റോ ഫൈറ്റ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എത്രമാത്രം ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു, എത്രമാത്രം ആക്ഷൻ ബ്ലോക്കുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ആയിട്ടുണ്ടായിരുന്നു? ഇതിൽ മെയിനായിട്ട് നമ്മുടെ ആക്ഷൻ ബ്ലോക്ക്, കമ്പോസിങ് ആക്ഷൻ ബ്ലോക്ക് ആയിട്ട് വന്നത് ആ ഒരു ബാർ ഫൈറ്റ് ആണ്. ആ ബാർ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ പ്ലാൻ ചെയ്തതാ ഇത് എനിക്ക് ഒരു സിംഗിൾ ടേക്ക് ഷോട്ട് ആയിട്ടാണ് പോകേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം മുന്നേ റിഹേഴ്സൽ ചെയ്യാൻ വേണ്ടി പോയി. ഏകദേശം ഒരു 200-250ഓളം ഷുഗർ ബോട്ടിൽസ് ആണ് നമ്മൾ പൊട്ടിച്ചത് പ്രാക്ടീസ് ചെയ്യാനും ഷോട്ടിന് വേണ്ടിയിട്ടും. അപ്പോൾ ലോകേഷ് സാറ് ആ ഷോട്ട് എടുത്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഷർട്ട് അഴിക്കുന്ന സമയത്ത് ഇവിടെ മുഴുവൻ ചോരയാ. ആ ഷുഗർ ബോട്ടിലാണെങ്കിലും കുഞ്ഞു ഇത് കുത്തിയിട്ടേ ഫുള്ള് ബ്ലീഡ് ആവുക. അപ്പോൾ സാറ് പറഞ്ഞു, ഞാൻ ആക്ടിങ് ഇത്രയും സിമ്പിളാന്ന് വിചാരിച്ച് വന്നതാ, പക്ഷെ ഇനി ഞാൻ ചെയ്യുമോ എന്നുള്ളത് അറിയത്തില്ല, എന്നെ അങ്ങനെ ഇട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ അത്രയും റിയലിസ്റ്റിക് ആയിട്ട് ആ സാധനം വരാൻ കാരണം അതിൻ്റെ ഫൈറ്റ് മാസ്റ്റർ PC സ്റ്റൺസ് പ്രഭു ആണ്. പുള്ളിക്കാരൻ തന്നെയാണ് സിറൈ എന്ന് പറഞ്ഞ പടം വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഭയങ്കര ടെക്നിക്കലി ഒരു ചെറിയൊരു സ്ഥലത്ത് പോലും ഒരു കമ്പോസിഷൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റൺ മാസ്റ്ററാണ് PC സ്റ്റൺ പ്രഭു മാസ്റ്റർ. സോ പുള്ളിക്കാരനുള്ള കാരണം കുറേ സ്ഥലത്ത് നമ്മൾ നമ്മുടേതായ തെറ്റുകളും കുറ്റങ്ങളും വരുന്ന സമയത്ത് അപ്പം സ്പോട്ടിൽ ഒന്ന് വഴക്ക് പറയും, സിംഗിൾ ടേക്കിൽ നീ ഒരുത്തം തെറ്റിച്ച് കഴിഞ്ഞാൽ നിനക്ക് അറിയില്ല അതാന്നൊക്കെ. പക്ഷെ ആ ഷോട്ട് കഴിയുമ്പോൾ അത് ഓക്കെ ആയി കഴിയുമ്പോൾ ഷോട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും, ബ്യൂട്ടിഫുള്ളാണ് വന്നിരിക്കുക, തമ്പി നീ പെരിയ ആളാ വരുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൂളാക്കുന്ന അങ്ങനത്തെ ഒരു സെറ്റായിരുന്നു അത്. പിന്നെ ആദ്യത്തെ ഫൈറ്റ് നമ്മൾ മറ്റേ റോബറി സീൻ, അതില് കുറച്ച് എല്ലാവരും പാടുപെട്ടു. കാരണം ഡസ്റ്റും വെയിലും, ഇതില് മാക്സിമം ഔട്ട്ഡോഴ്സിൽ ലൈറ്റ് യൂസ് ചെയ്യില്ല, നല്ല ഹാർഷ് സണ്ണിന്റെ അടിയിൽ പോയിട്ട് നിന്നിട്ട് നമ്മൾ പണിയെടുക്കുക. അപ്പോൾ ഡയറക്ടറും ഡസ്റ്റിലാണ്, ലോകേഷ് സാറ് ഡസ്റ്റില്ല, ആർട്ടിസ്റ്റ് ഡസ്റ്റില്ല, ടെക്നീഷ്യൻസ് ഡസ്റ്റില്ല, ADs ഡസ്റ്റില്ല. അപ്പോൾ അത്രത്തോളം കഷ്ടപ്പെട്ട് നമ്മൾ കാണുമ്പോൾ ഒരു 2-3 സെക്കൻഡിന് ആ ഫൈറ്റ് തീരും, പക്ഷെ 3 ദിവസം കൊണ്ട് എടുത്തതാണ് മൊത്തത്തിലുള്ള കമ്പോസിഷൻ. സോ ആ ഒരു ഫൈറ്റും എനിക്ക്, ഞാൻ ഇത്രയും കാലം ചെയ്തതിൽ വെച്ച് എനിക്ക് നരിവേട്ടേനേക്കാളും ഭയങ്കര ഇമ്പാക്ട്ഫുള്ളും ബോഡിയൊക്കെ നല്ല പെയിൻ, കാലൊന്നും കുത്താൻ പറ്റാത്ത അവസ്ഥയായി തോന്നിയത് ആ ഒരു ഫൈറ്റ് ഒക്കെ തന്നെയായിരുന്നു. ഇപ്പൊ പ്രണവുള്ളപ്പ വരെ പടത്തിൽ എത്ര ലിറ്റർ ബ്ലഡ് ഉപയോഗിച്ചിട്ടുണ്ട്? അത് കഴിഞ്ഞിട്ട് ഒരുപാടുണ്ട് ലിറ്റേഴ്സ്. കാരണം ഈ ഷുഗർ ഗ്ലാസ് തന്നെ 250 മുകളിൽ പോയിട്ടുണ്ട്. ബ്ലഡ് എത്രയാണ് ഇതിൽ ഉപയോഗിച്ചതെന്നുള്ളത് ഒരു കയ്യും കണക്കുമില്ല. അതേപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഗൺസ്, ബുള്ളറ്റ്സ് എല്ലാം ലോകേഷ് സാറ് കൊണ്ടുവന്നതാ. ലോകേഷ് സാറിന് വിക്രം ടൈമില് കമൽ സാർ കൊടുത്ത ഗൺസും ആ സാധനങ്ങളെല്ലാം തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. അതേപോലെ ലോകേഷ് സാർ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന ഒരു പിസ്റ്റൽ ഉണ്ട്, റിവോൾവർ പിസ്റ്റൽ. അത് ആക്ച്വലി ലിയോയില് വിജയ് സാർ യൂസ് ചെയ്ത ആ സാധനമാണ് ലോകേഷ് സാർ ഇവിടെ കൊണ്ടുവന്ന് നമ്മളെല്ലാവരും തൊട്ട് നോക്കി. പുള്ളി വിജയ് സാറിന് ഒരു ഇതുണ്ട്, വിജയ് സാറിന് അത് സ്റ്റൈലിഷ് ആയിരിക്കണം. ആ ഗണ്ണിന്റെ അടിയിൽ ആ ഒരു ചെറിയൊരു കുണുക്കുണ്ടാവും, നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റിയ ആ സാധനം അടക്കം വേണമെന്ന് പറഞ്ഞ് പുള്ളി ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ച് മേടിച്ച കണ്ണാത്. അത് തന്നെ ഇതിൽ യൂസ് ചെയ്യണം എന്നുള്ളത് ലോകേഷ് സാറിന്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് കൊണ്ടുവന്നു, അത് യൂസ് ചെയ്തു, നമ്മുടെ അടുത്തൊക്കെ തന്നു. ഭയങ്കര വെയിറ്റും നല്ല റിയലിസ്റ്റിക് ആയിട്ട് അടുത്ത് നിന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പെയിൻ അടിക്കും, അതുപോലത്തെ ഒരു ഗണ്ണും പരിപാടികളൊക്കെ ആയിരുന്നു. അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അതിനെക്കുറിച്ച് ഒരുപാട് പറയുകയും ചെയ്യും. കമൽ സാറിന്റെ ഗുഡോണിൽ പോയി നോക്കിയപ്പോൾ അവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല, ഏതാണ്ട് പാകിസ്ഥാൻ ഇതിനകത്ത് കയറിപ്പോയ പോലെ അത്രയും സാധനങ്ങൾ, ഏറ്റവും അധികം കത്തി ഗൺസ് ഒക്കെ ഉള്ള സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ആളാണ്. അതെ, അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടാണ് ലോകേഷ് നീ ഇത് വെച്ചോ, നിനക്ക് യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇത് വർക്ക്ഔട്ട് ചെയ്ത് കുറെ മെമ്മറീസ് ഉണ്ടായിരുന്നു DCയെ സംബന്ധിച്ചിടത്തോളം എനിക്ക്. ആക്ച്വലി ഈ DCയെ ചുറ്റിപ്പറ്റി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ, തമിഴ്നാട്ടിലെ അവസ്ഥ എനിക്കറിയില്ല, കേരളത്തിൽ വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നില്ല. അതായത് അനിരുദ്ധിന്റെ മ്യൂസിക് കേൾക്കാം എന്നുള്ളതിനപ്പുറത്ത് ലോകേഷ് ഈ പറഞ്ഞ പോലെ ട്രോൾ മെറ്റീരിയൽ ആയിട്ടാണ് നിൽക്കുന്നത്. പടം എന്താവും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയങ്ങൾ ഉണ്ടായിരുന്ന ഒരു സമയത്താണ്. എങ്ങനെയായിരുന്നു ഈ പടത്തിന്റെ ആദ്യത്തെ ദിവസത്തിൽ നിന്ന് ഒരാഴ്ച കഴിയുമ്പോൾ ഇപ്പോൾ ഉള്ള റെസ്പോൺസ്, അതിന്റെ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇതിന്റെ ട്രെയിലർ വന്ന സമയത്ത് ഭയങ്കര ഹോപ്പായിരുന്നു. കാരണം അത്ര ഇമ്പാക്റ്റ് ആയിട്ടാണ് ആ ട്രെയിലർ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്.
അതിന് അപ്പുറം സിനിമയിൽ ഇതേ ഇമ്പാക്റ്റ് ഉണ്ടാകുമോ, അതായത് എല്ലാ നാട്ടിലും ഇത് എത്തുമോ, ഇതേ ഇമ്പാക്റ്റ് പുള്ളി പറയുന്ന ഇമോഷൻ കൺവേ ആകുമോ എന്നുള്ളത് എല്ലാവർക്കും അത് ഓഡിയൻസ് പറയുന്നത് വെച്ചേ വിലയിരുത്താൻ പറ്റത്തുള്ളൂ. അപ്പം ഫസ്റ്റ് ഡേ ഞാനിവിടെ ചെന്നൈയിൽ അവരുടെ കൂടെ കാണാൻ പറ്റിയില്ല, ഞാൻ എറണാകുളത്താണ് കാണുന്നത്. അപ്പോൾ എറണാകുളത്ത് കാണുന്ന സമയത്ത് ആ ഒരു ആർപ്പ് വിളിയും കൂക്കലൊന്നും ഇല്ല, സമാധാനത്തിലിരുന്ന് കാണുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്തിരിക്കുന്ന ഒരു ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഫസ്റ്റ് ഓഫ് ഓക്കെ ആണോ? ഫസ്റ്റ് ഓഫ് സൂപ്പറാണ്, ഫസ്റ്റ് ഓഫ് വർക്കായി എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് പകുതി കോൺഫിഡൻസ് വന്നു. കാരണം ഫസ്റ്റ് ഓഫിലാണ് അരുൺ സാറ് ഒരു എക്സ്പെരിമെന്റൽ നടത്തിയേക്കുന്നത്. അതായത് ദേവദാസ് എന്ന് പറയുന്ന ഒരു കരു വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഫ്ലേവറിൽ കൊടുത്തത്. സെക്കൻഡ് ഓഫ് പിന്നെ പുള്ളിയുടെ ടെറിട്ടറിയാണ്, പുള്ളി ഫുള്ള് കൊലയും കുത്തും വടിവാളും അതൊക്കെ ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് വർക്കായി കഴിഞ്ഞാൽ സെക്കൻഡ് ഓഫ് എന്തായാലും വർക്ക് ആവുള്ളൂ എന്ന് അറിയാം. പിന്നെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ലോകേഷ് സാറിന്റെ ക്യാരക്ടർ വർക്കൗട്ട് ആവുമോ ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതും നമുക്ക് അവിടെ ദാസായിട്ട് തന്നെ കാണാൻ പറ്റിയത് കാരണം ഇനി ജനങ്ങൾ വിലയിരുത്തിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ബ്ലോണ്ടായിട്ടിരുന്ന് കണ്ടത്. അത് ഫസ്റ്റ് ഡേ നമുക്ക് കേരളത്തിൽ നിന്ന് അത്ര റെസ്പോൺസ് വന്നില്ല. പിന്നെ സെക്കൻഡ് ഡേ വീക്കെൻഡ് തുടങ്ങി ആൾക്കാരങ്ങ് കയറി തുടങ്ങിയപ്പോഴാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ 4 പ്രാവശ്യം കണ്ടു, ഞാൻ 3 പ്രാവശ്യം കണ്ടു എന്നൊക്കെ. അപ്പോൾ റിപ്പീറ്റ് വാല്യൂ അടിച്ചത് കാണാനുള്ള ഒരു സാധനം, ആ ഒരു സ്വാഗ് ആ പടത്തിനുണ്ട് എന്നുള്ളത് നമുക്ക് ആലോചിക്കുമ്പോൾ, നമ്മളതിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ആലോചിക്കുമ്പോൾ വീണ്ടും വളരെ സന്തോഷം. ലോകേഷ് സാർ സ്പെസിഫിക്കലി എന്തെങ്കിലും ഡയറ്റ് പ്ലാനോ വർക്കൗട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നു ഈ പടത്തിന് വേണ്ടി? ഈ പടത്തിന് വേണ്ടിയിട്ട് ആക്ച്വലി പുള്ളി ചെയ്തത് മാർഷ്യൽ ആർട്സ്. പുള്ളി ഹോങ്കോങ്ങിൽ എങ്ങാണ്ടും പോയി കുറച്ചു കാലം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഫൈറ്റിൻ്റെ പരിപാടികൾക്കൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഒരു ഡയറക്ടറിൽ നിന്ന് ഒരു ഹീറോ ആയിട്ട് ഷിഫ്റ്റ് ആകുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ടാവും. ആ ഒരു കാര്യങ്ങളും ചിട്ടകളും പരിപാലനങ്ങളും ആവശ്യമില്ലാത്ത പരിപാടികളെല്ലാം കട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് നിനക്ക് എന്താ വേണ്ടത്, ഞാൻ ദാസായിട്ടല്ല വേണ്ടതെന്ന് പറഞ്ഞ് ആ ഒരു ദാസായിട്ട് തന്നെ മെനക്കെട്ട് എത്ര ടേക്ക് പോയി കഴിഞ്ഞാലും എത്ര ക്ഷീണമായി കഴിഞ്ഞാലും ഡയറക്ടർക്ക് ഓക്കെ ആകുന്ന വരെ പുള്ളി അത് നിന്ന് ചെയ്തു കൊടുക്കാനും തയ്യാറെടുത്തിട്ട് തന്നെയാണ് വന്നത്. പിന്നെ വേറെ ഒരു രീതിയിലുള്ള ഇൻ്റർഫിയറൻസ് സ്ക്രിപ്റ്റിൽ നടത്തുകയോ അങ്ങനെയുള്ള ഒരു പരിപാടിയും ഇല്ല. പുള്ളി അരുൺ മാതേശ്വരൻ്റെ പടത്തിൽ പുള്ളി വന്ന് വർക്ക് ചെയ്തിട്ട് പോയി എന്നുള്ളത് തന്നെയാണ് ലോകേഷ് സാറിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യം ഈ പടത്തിൽ ഞാൻ പറയുന്നത്. ഈ നരിവേട്ടയിൽ അഭിനയിച്ചിട്ടുള്ളത് പ്രണവാണെന്ന് ഇപ്പോഴും മനസ്സിലാക്കാത്ത ആളുകളുണ്ടോ? അതെ, തീർച്ചയായിട്ടും. ഞാനത് ഓരോ ഇൻ്റർവ്യൂവിലും പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ മദർ ടങ്ങിൽ ഒരു ഭാഷയിൽ നമ്മുടെ മലയാളത്തിൽ ഒരു പടം ചെയ്ത് 4 പേര് അറിയുക എന്നുള്ളത് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാനൊരു മലയാളിയായി ഇരുന്നിട്ടും എൻ്റെ ആദ്യ പടങ്ങൾ മാസ്റ്റർ, വിക്രം അങ്ങനെ തമിഴിലേക്ക് പോയി. എൻ്റെ തമിഴ് ലാംഗ്വേജും ഭയങ്കര ഫ്ലുവൻസിയാണ്. ഞാനൊരു മലയാളി തമിഴ് പറയുന്ന പോലെ അല്ല, എനിക്ക് നല്ലപോലെ തമിഴ് അറിയാവുന്ന കാരണം ലാംഗ്വേജ് വെച്ച് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല ആൾക്കാർക്ക്. പിന്നെ ഞാൻ പഠിച്ചതും കോണ്ടാക്ട്സ് എല്ലാം അങ്ങോട്ടായി. മലയാളം അവിടെ നിന്ന് പുഷ് ചെയ്ത് ഇങ്ങോട്ട് വന്ന സമയത്ത് സൂപ്പർ സിന്തയ്ക്ക് ആണെങ്കിലും ഒരു ബോർഡർ ബേസ്ഡ് സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഏതോ ഒരു പയ്യനെ കൊണ്ടുവന്ന് ചെയ്തു എന്ന് വിചാരിച്ചു. നരിവേട്ടയാണെങ്കിലും ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി ആയത് കാരണം അത് അത്രയും റിയലിസ്റ്റിക് ആകാൻ വേണ്ടി അനുരാജ് ഏട്ടൻ ഇപ്പോഴും എൻ്റെ അടുത്ത് നമ്മുടെ അമ്പിളിയുടെ റൈറ്റർ ആശാന്റെ ഡയറക്ടർ ജോൺ ചേട്ടൻ പറയും, ഞാൻ വിചാരിച്ചത് അനുരാജ് ഏതോ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു പയ്യനെ സെലക്ട് ചെയ്ത് പുള്ളിയുടെ അടുത്ത് നിന്ന് വർക്ക് വാങ്ങിച്ചതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാനൊരു മലയാളിയാന്നുള്ളത് ഞാനിപ്പോൾ DC വന്ന് ഇന്റർവ്യൂ കൊണ്ടുപോയിട്ട് അറിയുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നരിവേട്ട കഴിഞ്ഞിട്ട് കൊടുത്ത ഇന്റർവ്യൂസ് ഞാൻ ചേട്ടന് പോലും അതെ അങ്ങനെ പറഞ്ഞിട്ട് പോലും കുറെ ആൾക്കാർക്ക് അത് എത്തിയിട്ടില്ല. അപ്പൊ ഞാൻ ആലോചിച്ചു, എനിക്ക് ആ റീസൺ അറിയില്ലായിരുന്നു എന്താ അടുത്ത പ്രൊജക്ട് കിട്ടാത്ത മലയാളത്തിൽ നിന്നുള്ളത്. ഇനി നമ്മൾ എവിടെയെങ്കിലും ചെയ്തു പോയ തെറ്റാണോ, ഇല്ല ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തതിന്റെ ആണോ കമേഴ്ഷ്യൽ ലൈനിലേക്ക് വരാത്തത് എന്നുള്ള പല ഡൗട്ടും എനിക്കുണ്ടായിരുന്നു. ഞാൻ ടോബി ചേട്ടനെയൊക്കെ വിളിച്ച് ചോദിക്കുമായിരുന്നു, ടോബി ചേട്ടാ ഞാൻ ആകെ പെട്ട് നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ ടോബി ചേട്ടനും പറയുന്നത് അതാ, എടാ നീ ഒരു സാധനം ചെയ്തിട്ടുണ്ട്, അപ്പൊ അടുത്തത് നിനക്ക് വേണ്ടി എഴുതാനുള്ളൊരു സമയമുണ്ട്, അത് എഴുതി വരണമല്ലോ, ആ പ്രോസസ്സിന് ഒരു സമയമുണ്ട്. അപ്പൊ ആ സമയം എടുക്കും എന്നുള്ളത് നീ വിശ്വസിക്കുക, നിന്റെ സൈഡിൽ നിന്നുള്ള പുഷിങ് നീ കൊടുത്തുകൊണ്ടേ ഇരിക്കുക, നീ ഓരോ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് നീ പ്രൊഫൈൽ വെച്ച് സംസാരിക്കുക. അങ്ങനെയൊക്കെ ബൂസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ വീണ്ടും മലയാള ഡയറക്ടേഴ്സ് എല്ലാവർക്കും ഞാൻ നരിവേട്ട അയച്ചു. ഇനി എന്നെ ഇൻസ്റ്റാഗ്രാമിൽ അയക്കാൻ ആരുമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി ശരി നമ്മുടെ സോണിലേക്ക് തമിഴ്നാട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അപ്പോഴും ഞാൻ എല്ലാ ഡയറക്ടേഴ്സിനും അയക്കില്ല. ഞാൻ സെലക്റ്റഡ് ആയിട്ട് ഇപ്പോൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ലിജോ ചേട്ടൻ, ടിനു ചേട്ടൻ, ഖാലിദ് ക, അതുപോലെ കുറച്ച് ടീംസ് ഉണ്ട്. അതുപോലെ തമിഴ്നാട്ടിലും എനിക്ക് ഇഷ്ടപ്പെട്ട ടീംസിൽ മാരി സെൽവരാജ് സാറ്, രഞ്ജിത്ത് സാറ്, അരുൺ സാറ്, ഇവരൊക്കെ ഞാൻ അയക്കും. അതിൽ കുറച്ച് പേര് നോട്ട് ചെയ്യുന്നതിൽ ഒരാളായിരുന്നു അരുൺ സാറും. അപ്പോൾ ആദ്യം ഒരു ഫോട്ടോഷൂട്ട് ഞാൻ ടാഗ് ചെയ്തപ്പോൾ പുള്ളി നൈസ് വർക്ക് എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് സംസാരിച്ച് തുടങ്ങി. അതൊരു 2 years ബിഫോർ ആയിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ വെറുതെ പുള്ളിയെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് വിചാരിച്ച് ഞാൻ ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിരുന്നു.
ഒരു നല്ലൊരു പ്രൊഫൈലോട് കൂടെ വീണ്ടും പുള്ളിയെ അപ്രോച്ച് ചെയ്യണം എന്ന് വിചാരിച്ചു. ദൈവം സഹായിച്ച് നരിവേട്ട കിട്ടി. നരിവേട്ട കിട്ടി റിലീസായ അടുത്ത ആഴ്ച തന്നെ ഞാൻ ആ പ്രൊഫൈലോട് കൂടെ പുള്ളിനെ സമീപിക്കുന്നു. സാർ, ഞാൻ ഇതുപോലെ ഒരു പടം ചെയ്തിട്ടുണ്ട്. കാരണം പുള്ളിയുടെ സോണിൽ നിൽക്കുന്ന ഒരു പടമാണ്. പുള്ളി കണ്ടിട്ടുണ്ടായാലോ എന്നുള്ളൊരു ബ്ലോണ്ട് ആയിട്ടുള്ള ഒരു വിശ്വാസമാണ്. ഞാനത് അയച്ച രണ്ടാമത്തെ സെക്കൻഡ് എനിക്ക് വന്ന മറുപടി, നരിവേട്ട ഞാൻ കണ്ടു, നിങ്ങൾ ഗംഭീര പ്രകടനമായിരുന്നു, നമുക്ക് എത്രയും പെട്ടെന്ന് വർക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത ആ ഒരു മെസ്സേജ് വീണ്ടും എനിക്ക് പ്രൊഡക്ഷനിൽ നിന്നാണ് കോൾ വരുന്നത്. DC-യിൽ ഒരു നല്ലൊരു ക്യാരക്ടർ ഉണ്ട്, വാ. അപ്പോൾ നമ്മളൊരു പടം ചെയ്തു എന്ന് പറഞ്ഞാൽ അതോടെ വിടാതെ നമ്മൾ അതിനെ വേണ്ടി വീണ്ടും വീണ്ടും നമ്മൾ പുഷ് ചെയ്തുകൊണ്ടിരുന്നാലേ നമുക്ക് അടുത്തടുത്തത് കിട്ടുള്ളൂ. വല്ലാത്തൊരു പ്രൊഫഷണലിസം വേണമല്ലേ പ്രണവ്? അപ്പൊ അതിനുവേണ്ടി കൃത്യമായിട്ട് ആളുകളെ മെസ്സേജ് അയക്കണം, അത് ഫോളോ അപ്പ് ചെയ്യണം, നമുക്ക് നല്ല വർക്ക് വരുമ്പോൾ അത് ആളുകളെ കാണിക്കണം. നമ്മള് ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ബ്രോ എനിക്ക് അങ്ങനെ ആൾക്കാരായിട്ട് സംസാരിക്കാൻ, അതായത് ആക്ടിങ് ഇൻട്രസ്റ്റ് ഉള്ള പിള്ളേർ തന്നെ സംസാരിക്കണം, എനിക്ക് അങ്ങനെ സംസാരിക്കാൻ അറിയില്ല, അങ്ങനെ ഇൻസ്റ്റയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ റീച്ച് ആവുമോ? നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്കത് പൈസയൊന്നും ചിലവുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ ഡീസൻ്റ് ആയിട്ട് ഒരു അപ്രോച്ച് ചെയ്യുന്നു, ഞാൻ ഇതുപോലെ ഒരു പടം ചെയ്തിട്ടുണ്ട് സാർ, സാറിൻ്റെ ഫിൽമോഗ്രഫി ഇഷ്ടമാണ്, അങ്ങനെ അയച്ചോളൂ. അത് റിപ്ലൈ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻ ബിൽഡ് ചെയ്യൂ, അല്ലെന്നുണ്ടെങ്കിൽ വിട്ടേക്കൂ. നിങ്ങൾ ഇനിയൊരു പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ സംസാരിക്കാത്ത ഡയറക്ടർ ഓട്ടോമാറ്റിക്കലി നമ്മൾ വിളിച്ച് സംസാരിക്കുന്ന ഒരു പോയിന്റ് വരും. പക്ഷേ നമ്മൾ അതിലേക്ക് ഓടിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളൊരു പോയിന്റ് ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ശരി, പ്രൊഫഷണലിസത്തെ പറ്റി പറയുമ്പോഴേ ഇപ്പം ആദ്യമായിട്ടാണ് ഇപ്പോൾ ഒരു ആക്ടർ, ഞാൻ സാധാരണ ഇന്റർവ്യൂ എടുക്കുമ്പോൾ അവർ ഇവിടെ എത്തിയിട്ടൊക്കെയാണ് സാധാരണ വിളിക്കുക. അതിപ്പോൾ പ്രണവ് സ്ഥലത്ത് നിന്ന് പുറപ്പെടുമ്പോൾ എന്നെ വിളിക്കുന്നു, ഇവിടെ എത്തുമ്പോൾ വിളിക്കുന്നു. ഇവിടെ എത്താമെന്ന് പറഞ്ഞ സമയത്തിന് കറക്റ്റ് ആ ടൈമിലാണ് എത്തുന്നത്. ഈ പറഞ്ഞ പോലെ ഡിസിപ്ലിൻ ഒക്കെ വലിയ പ്രാധാന്യം നമ്മൾ കൽപ്പിക്കേണ്ടതുണ്ടല്ലേ ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ? ഷുവറായിട്ടും. ഞാനിത് എവിടുന്ന എനിക്കിത് പഠിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെറുപ്പം മുതലേ ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ചെറുപ്പം മുതലേ ഇൻ ദ സെൻസ് UKG ആ ഒരു അമ്മയുടെ ഒരു വാത്സല്യം കിട്ടുന്ന സമയത്ത് തന്നെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയതാണ്. അപ്പോൾ അവിടെയുള്ള ചിട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ 5 മണിക്ക് അവർ എണീപ്പിച്ച് വിടും. എണീപ്പിച്ച് വിട്ടിട്ട് അവിടെ എല്ലാം ക്ലീൻ ചെയ്യാൻ പറയും. അവിടുത്തെ പരിപാടികളൊക്കെ നമ്മളാ ചെയ്യേണ്ടത്. ആ ഒരു ചിട്ട പഠിപ്പിച്ചു തന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയത് ഒരു പരിപാടിയാണ് ഈ ചിട്ട എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വന്ന് എത്തിയേക്കുന്ന പ്രൊഫഷൻ എന്ന് പറയുന്നത് സിനിമയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആ സമയത്ത് ഇപ്പം 5 മണിക്ക് ഞാൻ വരാമെന്ന് പറഞ്ഞ് ഞാനിവിടെ എത്തിയില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഫസ്റ്റ് വിലയിരുത്തലിൽ തന്നെ അപ്പൊ നമ്മൾ ആ ഓൺ ടൈമിൽ നമ്മൾ എത്തുക എന്നുള്ളതാണ്. അത് നമ്മളെക്കാളും എത്രയോ സീനിയേഴ്സ് ആയിട്ടുള്ള രജനി സാറിനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, വിജയ് സാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവരൊക്കെ 10 മിനിറ്റ് മുമ്പ് എത്തിയാലും കുഴപ്പമില്ല, പക്ഷെ എത്തി ഷാർപ്പ് ടൈമിന് അവർ റെഡി ആയിരിക്കും. ആ ഒരു സാധനം എവിടുന്നോ എനിക്ക് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയം തൊട്ടേ എൻ്റെ ടൈമിംഗ് ഞാൻ പ്രോപ്പറായിട്ട് ഞാൻ ഫോളോ അപ്പ് ചെയ്യും. സപ്പോസ് എങ്ങാനും ലേറ്റ് ആയി പോയി കഴിഞ്ഞാൽ അത് അവർക്ക് ബുദ്ധിമുട്ടാവുമോ എന്നുള്ള ചിന്ത എനിക്ക് മനസ്സിലുണ്ടാവും. അതുകൊണ്ട് എല്ലാ ഷൂട്ടിനും ഞാൻ പ്രോപ്പർ ടൈമിങ്ങിന് ഞാൻ എത്താറുണ്ട് എന്നുള്ളതാണ്. മലയാളത്തിലെ ഇപ്പൊ നിലവിലെ അവസ്ഥ എന്താ? ആളുകൾ വിളിക്കുന്നുണ്ടോ? പ്രൊജക്ടിന്റെ ഭാഗമാവാൻ പറ്റുന്നുണ്ടോ? DC കഴിഞ്ഞ ശേഷമാണ് മലയാളി എന്നുള്ളത് ഇപ്പോൾ രജിസ്റ്റർ ആയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കൊരു സമാധാനമുണ്ട്. സോ ഇപ്പോൾ കുറച്ച് ഡയറക്ടേഴ്സ് വിളിച്ചു തുടങ്ങി. 2 ദിവസം മുമ്പ് ലുക്മാൻ മെസ്സേജ് ചെയ്തു, അർജുൻ ചേട്ടൻ മെസ്സേജ് ചെയ്തു. അങ്ങനെ ഇപ്പോഴാണ് ഓക്കെ ഇവൻ മലയാളി അല്ലേ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, ഇനി നമുക്ക് മലയാളത്തിൽ നിന്ന് നല്ല സാധനങ്ങൾ വരും എന്നുള്ളത്. കാരണം ഞാൻ ചെയ്ത പ്രൊജക്റ്റ് അങ്ങനത്തെയാണ്. അത്രയും വലിയ ആൾക്കാരോടെ വർക്ക് ചെയ്തു, അത് നല്ലപോലെ ഹിറ്റായ സ്ഥിതിക്ക് അതിലൊരു മലയാളി ഉണ്ട് എന്നറിഞ്ഞ് നമ്മളെ തപ്പിപ്പിടിച്ച് വരുന്നത് സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞാൻ അതുകൊണ്ട് തമിഴ് ഇന്റർവ്യൂസ് പോലും ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ മലയാളിയാണെന്ന് ആദ്യം പ്രൂവ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു 2 ആഴ്ചയായിട്ട് ഇവിടെ തന്നെ ചുറ്റിപ്പിടിച്ച് നിൽക്കുന്നത്. ഇപ്പൊ കുറച്ച് കംഫർട്ടബിൾ ആണ്. ഓക്കെ, ഇനി ഇത് വെച്ച് നമുക്ക് സംസാരിക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതില് കുറച്ച് ഇമ്പ്രൂവ്മെന്റ്സ് തോന്നുന്നുണ്ട്. തമിഴിൽ എന്താ അവസ്ഥ? തമിഴിൽ ആക്ച്വലി എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പറയും മലയാളത്തിലൊന്നുമില്ല, തമിഴിലാണ് നമുക്കെല്ലാം. തമിഴ് വൈഡ് ഓഡിയൻസ് ഉണ്ട്, നല്ല ക്യാഷ് തരുന്നുണ്ട്, വലിയ വലിയ ബാനേഴ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ലാംഗ്വേജിൽ നമ്മുടെ മലയാള സിനിമകളുടെ സ്ക്രിപ്റ്റ് തരുന്ന പോലെ ആരും നമുക്ക് സ്ക്രിപ്റ്റ് തരില്ല. കഥാപാത്രങ്ങളില്ല. ഏത് ഇൻഡസ്ട്രിയിൽ പോയി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും മലയാള സിനിമയെ തിരിഞ്ഞു നോക്കാത്തവരായിട്ട് ആരുമില്ല. അപ്പൊ നമ്മൾ അത്ര വൈഡായിട്ടുള്ള ഓഡിയൻസ് ഉള്ള സ്ഥലത്ത് എനിക്ക് എൻ്റെ ഫ്രണ്ടിന്റെ വീട് പോലെയാണ് തമിഴ് സിനിമ. എനിക്ക് എവിടെയെങ്കിലൊക്കെ ആരെങ്കിലൊക്കെ അറിയാം. സപ്പോസ് ഇവിടെ എനിക്ക് ലാഗ് ആവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിൽ എനിക്ക് നല്ലൊരു ക്യാരക്ടർ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ അവിടെ ഇല്ലാതെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ എറണാകുളത്ത് കിടന്ന് കറങ്ങലേ ഉണ്ടാവും. അതാണ് എൻ്റെ സത്യാവസ്ഥ. അപ്പോൾ അത് ആദ്യം നമ്മൾ മാറ്റണം. നമ്മൾ ഇവിടെ ഉള്ളവരാണെന്ന് അറിയണം. നമുക്ക് ഇനിയും പൊട്ടൻഷ്യൽ ഉണ്ട്. നമ്മളൊരു ശരിക്കും കമേഴ്ഷ്യലിലേക്ക് വരാൻ ഒരു രൂപം വേണോ അല്ലെങ്കിൽ എന്താ വേണ്ടെന്നുള്ളത് എനിക്ക് അറിയില്ല. അങ്ങനെയൊന്നുമില്ലല്ലോ. അത് എനിക്ക് ഡൗട്ടാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളെ നരിവേട്ട അല്ലെങ്കിൽ സൂപ്പർ സിന്ധിക്ക് ഇതുപോലത്തെ സ്ഥലങ്ങളിൽ പ്രൈസ് ചെയ്തതിന് പകരം ഒരു പ്രേമലൂല് എന്നെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, അത് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ലേ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട്. അപ്പോൾ ആരെങ്കിലും അതിന് ഇനീഷ്യേറ്റ് എടുത്ത് ഒരാള് അത് ഒരു എക്സ്പെരിമെന്റ് പോലെ ചെയ്ത് നോക്കിയാലേ ഓക്കെ ഇത് വർക്കാണ് ആ ഒരു പോയിന്റിലേക്ക് വരുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്ക്.
സോ കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. ഞാൻ ഇപ്പോഴും എല്ലാവരോടും ചോദിക്കുന്നത് അത് തന്നെയാണ്. നല്ല നല്ല മലയാളം ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് നല്ല നല്ല കഥാപാത്രങ്ങൾ വർക്ക് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. ഞാൻ എപ്പോഴും ഈ കത്തിയും കൊടുവാളുമായിട്ട് നടക്കുന്ന ആളല്ല. നമുക്ക് കോമഡി എല്ലാം അങ്ങനെയുള്ള എല്ലാ പരിപാടി സോണിലും വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സോ അതും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിനുശേഷം നമുക്ക് നോക്കാം, ട്രൈ ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഞാൻ ഓരോ തവണ കാണുമ്പോഴും പ്രണവിന് ഒരു അപ്ഗ്രേഡ് ഉണ്ട്. അടുത്ത തവണ ചിലപ്പോൾ മലയാളത്തിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട പടത്തിൽ ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്തിട്ടായിരിക്കട്ടെ നമ്മൾ സംസാരിക്കാൻ ഇടയാവുന്നത്. നേരത്തെ ഒരുപാട് നന്ദി പ്രണവ്. താങ്ക് യു. താങ്ക് യു.